ജില്ലാ കമ്മിറ്റികളിലെ കണിശമായ സ്വയം വിമർശനത്തിന്റെ പിരിമുറുക്കത്തിലാണ് പക്ഷേ CPIM. വിമർശനം മുൻ മുഖ്യമന്ത്രിയിലേക്ക് മാത്രം ചുരുങ്ങരുത് എന്നാണ് ഇന്ന് M. സ്വരാജ് പറഞ്ഞത്. തോൽവിക്ക് കാരണം വ്യക്തിയുടെ വീഴ്ചയാണെന്ന വാദം കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നാണ് സ്വരാജിന്റെ വാദം. എന്തായാലും ഈ കുറച്ച് ആളുകൾ കൂടി നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട്. എന്താണ് CPIM-ന് പറ്റിയ പ്രശ്നം, തോൽവിക്കുള്ള കാരണം എന്താണ്, ഇത്തരത്തിൽ തിരിച്ചു വരണമെന്നാണോ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ കുറച്ച് ആളുകൾ കൂടി പറയുന്നുണ്ട്. അവരുടെ പ്രതികരണം കൂടി കേൾക്കാം. കഴിഞ്ഞ 10 വർഷക്കാലം CPM-ന്റെ നേതൃത്വത്തിൽ LDF ആണ് കേരളം ഭരിച്ചത്. എന്നാൽ ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് CPM-നും LDF-നും ഉണ്ടായത്. എന്തായാലും അടുത്ത 5 വർഷത്തിനുള്ളിൽ CPM തിരിച്ചെത്തുമോ എന്ന് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. CPM നയങ്ങളെ തിരുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വല്ല തിരിച്ചറിവ് കിട്ടിയത്. കേരളത്തിൻ്റെ ബേസ് ഒരിക്കലും അങ്ങനെ ഏകപക്ഷീയമായിട്ട് ഒരു പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നൊരു ഇതല്ല. തിരുത്തിയാൽ തിരിച്ചു വരാം. CPM-ൻ്റെ തോൽവിയെന്ന് ഒരു അന്തിമ തോൽവിയൊന്നുമല്ല. എത്രയോ പ്രാവശ്യം തോറ്റിട്ടുണ്ട്. അതിനി തിരിച്ചു വരും. തിരിച്ചു വന്നേ മതിയാവൂ. അതിൻ്റെ കാവ്യനീതി നടപ്പിലാകണോ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് ഈ 5 കൊല്ലത്തെ ഭരണം കൊണ്ട് മനസ്സിലാവും. പാർട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരിനി തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ തെറ്റുകളൊക്കെ മനസ്സിലാക്കി അവർ നല്ല രീതിയിൽ വീണ്ടും വരുമ്പോൾ അതിൻ്റെതായ ഒരു കാഴ്ചപ്പാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതീക്ഷിക്കാം. ആരിപ്പോൾ വരുന്ന ഇതാണെങ്കിലും നല്ല ജനങ്ങൾക്കുള്ള നല്ലത് ചെയ്താൽ മതി, നല്ല സേവനം ചെയ്താൽ മതി. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക, നമുക്ക് അത്രയേ വേണ്ടുള്ളൂ പറയാം. തീർച്ചയായും തിരിച്ചു വരും. പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. എന്തായാലും വരും. അത് ഇവരുടെ ഭരണം പോലെ ഇരിക്കും. അപ്പോൾ ഇനി എന്തായാലും ഇന്നലെ സത്യപ്രതിജ്ഞ കഴിഞ്ഞില്ല. അപ്പോൾ ഇവരുടെ ഭരണം പോലെ ഇരിക്കും അടുത്ത 5 വർഷം കഴിയുമ്പോൾ. അല്ല, ഇനി അവർ അങ്ങനെയാണല്ലോ കേരളത്തിൽ പ്രവർത്തിച്ച് ഇനി തിരിച്ചൊക്കെ വരാം. അതിനൊന്നും മാറ്റമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ അവർ 10 വർഷം കഴിഞ്ഞു. അതിനു മുമ്പ് UDF ആയിരുന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ ജനവികാരം എതിരായി. ഇനി ഇവർ ഭരണം നോക്കിക്കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ജനങ്ങൾ അതിന് തിരിച്ചും കുത്തുമല്ലോ. ഇവർ നല്ല ഭരണം കാഴ്ചവെച്ചാൽ അവർ നിന്ന പോലെ 5 കൊല്ലം കഴിഞ്ഞാൽ 5 കൊല്ലം കൂടെ ഭരിക്കും. അല്ലെങ്കിൽ പിന്നെ പഴയ പോലെ ഇവർ തന്നെ വരാൻ ചാൻസ് ഉണ്ട്. അത്ര തന്നെ. ഇനിയിപ്പോൾ എന്തായാലും 10 വർഷത്തിന് കോൺഗ്രസ് തന്നെ, അത് ഉറപ്പ്. എന്താണ് പറഞ്ഞാൽ അവർ അത്രയും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതൊക്കെ ഇതാണ്. ഇനിയിപ്പോൾ ഇവർ വന്നിട്ടിപ്പോൾ ഇതൊക്കെ പറയുന്നുണ്ട്, ഏത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഫ്രീ എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ മെച്ചപ്പെടും എന്നാണ് വിചാരിക്കുന്നു. 5 വർഷം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വരും. വരണല്ലോ, തിരുത്തി വരും. LDF കേരളത്തിൽ ഇപ്പം 10 വർഷമായിട്ട് മുന്നിൽ നിന്ന പാർട്ടി തന്നെയാണ്. പിന്നെ പാർട്ടിയുടെ അകത്തുണ്ടായ ചില പ്രശ്നങ്ങൾ അത് ഇലക്ഷന് മുന്നേ തന്നെ അറിയുന്ന ജില്ലകളിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ അത് ബോധ്യപ്പെടുത്തേണ്ടതായിരുന്നു. ഇപ്പം സാധാരണപ്പെട്ട താഴത്തെ കടയിൽ കിടക്കുന്ന ഞങ്ങളെ കണക്കുള്ള പ്രവർത്തകരല്ല അത് കൊണ്ടുവരേണ്ടത്. നമ്മുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് ജില്ലാ കമ്മിറ്റിയൊക്കെ ആയിരുന്നു അത് മുൻപേ കൊണ്ടുവരേണ്ടത്. പക്ഷേ ജില്ലാ കമ്മിറ്റിക്കൊക്കെ വീഴ്ച പറ്റി. എല്ലാ ജില്ലകളും ഇപ്പോൾ എല്ലാവരും ബഹുമാന്യ മുഖ്യമന്ത്രിയെ, പഴയ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതവർ ഇതിന് മുൻപേ വന്നിരുന്നെങ്കിൽ, തിരുത്തലുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഇത് വരത്തില്ലായിരുന്നു. ഇത് LDF സർക്കാർ 10 വർഷം ഭരിച്ചിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ഈ നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒട്ടാകെ ചെയ്തു. പക്ഷേ എന്തുകൊണ്ട് ജനങ്ങൾ തിരിച്ച് UDF അധികാരത്തിൽ വരാൻ വേണ്ടി വോട്ട് ചെയ്ത് വിജയിപ്പിച്ചെന്ന് നമ്മൾ എത്ര കണ്ടിട്ടും മനസ്സിലാകുന്നില്ല. പാർട്ടി വരെ ചിന്തിക്കാത്ത കാര്യമാണ് ഇത്ര സീറ്റിൽ പരാജയപ്പെടുമെന്നുള്ളത്. ഈ 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരും, അതിനൊരു യാതൊരു സംശയവുമില്ല. ചില നേതാക്കന്മാരുടെ കയ്യിൽ നിന്നും ചില പോരായ്മകളെ ഉണ്ടായി. അത് തിരുത്തി താഴെ കടം തൊട്ട് മുന്നോട്ട് പോകും. തിരിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ ആരും സംശയമില്ല. അതിന് ഏത് ദുർഘട കാലത്താണെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ട്, വരികയും ചെയ്യും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ വളരെ ശക്തമായ രീതിയിലുള്ള സമര പരിപാടികളിട്ട് മുമ്പോട്ട് പോകും. പിന്നെ ഈ ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭരണം അവർ തുടങ്ങിയതേ ഉള്ളല്ലോ. ജനാധിപത്യ രാജ്യത്ത് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചവർ അവർ ജനങ്ങൾക്ക് നന്മ ചെയ്യുവാണെങ്കിൽ നമുക്ക് കാണാം. അവർക്ക് അവരുടെ ഭാഗത്തായിട്ടുള്ള ഒരു തെറ്റുണ്ടെങ്കിൽ തന്നെ അതവർ മുൻകൂട്ടി കണ്ട്, അല്ലെങ്കിൽ ഇത്ര കാലത്തിനടുത്ത് അവർ എന്താണോ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതവർ മനസ്സിലാക്കി അത് തിരുത്താനുള്ളതാണെങ്കിൽ തിരുത്തി മുന്നോട്ട് വരുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. തിരുത്താൻ സാധ്യതയില്ല. 1 ഭരണവിരുദ്ധ വികാരം, 2 പിണറായി വിരുദ്ധ വികാരവും. പിണറായി ഭരണത്തിലേറെ കൂടുതൽ പിണറായിയോടുള്ള ദേഷ്യം, പിണറായിയോടുള്ള ദേഷ്യത്തിൽ കൂടുതൽ ഭരണത്തോടുള്ള ദേഷ്യം, അങ്ങനെയും പറയാം. ഇപ്പോൾ തിരുത്താൻ യാതൊരു സാധ്യതയില്ല. ഈ പറഞ്ഞ തന്നെ ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്
തിരുത്തുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വരാൻ പാടില്ല. അവരെ പരാജയമുള്ള ജി സുധാകരനും അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണനും ഇവരൊക്കെ പിന്നെ ആ പാർട്ടിയിൽ നിന്ന് മാറി മത്സരിച്ച് ജയിച്ചു വന്നത്. അപ്പം അവരെ തിരുത്തി വരണം എന്ന് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. കാരണം CPM വേണം. അവർ തിരുത്തുകയാണെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം തിരുത്തണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. അതിലും തോറ്റ് തുന്നം പാടിയപ്പോൾ അവർ തിരുത്തണമായിരുന്നു. ഇപ്പോൾ ഇത് 3-ാം പ്രാവശ്യം വേണ്ടി ഞങ്ങൾ തിരുത്തുന്നതിന് എന്താണ് ഒരു ഇതുള്ളത്, ഉറപ്പുള്ളത്? പക്ഷെ അവർ തോൽക്കാൻ പാടില്ലായിരുന്നു. ഇടതുപക്ഷം നാട്ടിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവർ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത് കഴിച്ച കളിയാണിത്. ഈ നിലക്ക് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തിരിച്ചു വരാൻ വളരെ എളുപ്പമല്ല. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചാൽ അവർ കഴിഞ്ഞ കാലത്തെ 10 വർഷത്തെ നിലവാരം സോഷ്യൽ മീഡിയ പത്രങ്ങളൊക്കെ വായിച്ചാൽ തന്നെ മനസ്സിലാവുമല്ലോ. അത് നേരത്തെ തന്നെ അവർക്ക് അറിയാതെ ഞങ്ങൾ ഒന്നാക്കെ കളങ്കാലിയൊക്കെ ഇടുന്ന അവർക്ക് തന്നെ അറിയാം. ഇനി ഒരു പഠിച്ചെങ്കിൽ അവർക്ക് നന്ന്. ഇത് പൂർണ്ണമായിട്ട് 2 വർഷം നശിച്ചു പോകണമെന്ന് താല്പര്യമില്ല. അവിടെ വേണോ തിരുത്തണമല്ലോ, വേണ്ടേ? ഒരു വ്യക്തിക്കല്ല, സമൂഹത്തിന് ഉപകാരപ്പെട്ടെ, അത്രേ പറയുള്ളൂ. CPMൻ്റെ പരാജയം എന്നതായിരിക്കും. എന്താ വെച്ചാൽ അതൊരു അവർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അതായിരിക്കാം. UDF തന്നെ വരണം, LDF വരണ്ട. LDF ഇന്ത്യക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അവരെ പോക്കറ്റ് നിറയ്ക്കാനാണ് അവർ നോക്കിയത്. UDF അവരെ പ്രവർത്തനം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് അവരെ ഉണ്ടായിട്ടുള്ളൂ. ഇടതുപക്ഷത്തിന് ഇടതുപക്ഷക്കാർ തന്നെ തോൽപ്പിച്ചതാണ്. കാരണം പാർട്ടി നിലവിൽ ഇവിടെ വേണം, കേരളത്തിൽ വേണം. അതിനുവേണ്ടി തോൽപ്പിച്ച ഭരണം കൊള്ളായ്മ കൊണ്ട് തോൽപ്പിച്ചതല്ല. കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ പുതിയ പിള്ളേർക്ക് കുറച്ചും കൂടി അവസരം കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷേ പിണറായി ഉള്ളത് അതൊരു നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ളതൊരു അഴി തന്നെയാണ് UDFന്. 10 വർഷം തുടർഭരണം കൊടുത്തതുകൊണ്ട് ആൾക്കാരായിട്ട് തന്നെ ഒരു ഇത് കൊണ്ടുവന്നതാണ് കോൺഗ്രസ് ഭരണമെന്ന്. ഇല്ല, ഇനി ഒരു 5 വർഷം കൂടെ തുടർഭരണം കോൺഗ്രസ് തന്നെ കൊണ്ടുപോകും. വളരെ വ്യക്തമായ പ്രതികരണങ്ങളാണ് ജനങ്ങൾക്കിടയിൽ നിന്നും വരുന്നത്. CPIM നേതൃത്വം തിരുത്തേണ്ടതും ഇവിടെ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ക്യാമറ പേഴ്സൺ സുൽത്താനൊപ്പം M. മുബാറക്, ന്യൂസ് മലയാളം.